السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحابه أجمعين. أما بعد. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസിനികൾ, ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഇന്നത്തെ കളക്ഷൻ കാരുണ്യ ഓർഫൻ കെയർ, കുന്നമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന കാരുണ്യ ഓർഫൻ കെയറുമായി ബന്ധപ്പെട്ട കളക്ഷനാണ്. അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് ഭക്ഷണവും പഠന സാധനങ്ങളും അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഓർഫൻ കെയറാണ് കുന്നമംഗലത്തെ സ്ഥാപനം. അപ്പം അതിലേക്ക് നമുക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള സഹായം അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അനാഥരെ സഹായിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് സാധ്യമാകുന്ന ഒരു സഹായം അതുമായിട്ട് ഉണ്ടാകണമെന്ന് അറിയിക്കാം. നന്ദിയുള്ള അടിമയാവുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ബാധ്യതയാണ്. നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരോട് അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള സഹായങ്ങൾക്ക് പലപ്പോഴും നന്ദി കാണിക്കുന്ന ആളുകളായിരിക്കും. ഒരു 10 രൂപ തന്നാലും, ഒരു വലിയ നമ്മുടെ വീട് വെക്കാനുള്ള ചെറിയ സഹായമാണെങ്കിലും, എന്തൊക്കെ നമുക്ക് സാധ്യമാകുന്ന സഹായങ്ങൾ നൽകിയിട്ടുള്ള ആ ആളുകളെ വല്ലാണ്ട് സ്നേഹിക്കുകയും പരിഗണിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നിരുന്നാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന, എല്ലാ അനുഗ്രഹങ്ങളും സമ്മാനിച്ചു തന്നിട്ടുള്ള പ്രപഞ്ചനാഥനായിട്ടുള്ള പടച്ചതമ്പുരാനോട് നമ്മൾ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു ചോദ്യം, ഒരു വിചിന്തനം അനിവാര്യമാണ്. പരലോക ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നന്ദിയുള്ള അടിമയാകുവാൻ ഒരു മനുഷ്യന് സാധ്യമാവുകയുള്ളൂ. ഈ ലോകം ചെറുതാണെന്നും ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്നും അവിടെ ഞാൻ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യുമെന്ന കൃത്യമായ ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് നന്ദിയുള്ള, ശുക്ർ ചെയ്യുന്ന ഒരടിമയായിട്ട് മാറുവാൻ സാധ്യമാകും എന്നുള്ളതാണ്. നോക്കൂ, നമ്മളൊരു തോണിയെ നിരീക്ഷിക്കുന്ന സമയത്ത് ആ തോണി നല്ല ആഴമുള്ള നദിയെ കീറി മുറിച്ചിട്ടാണ് സഞ്ചരിക്കുക. എത്ര ജലമുണ്ടെങ്കിലും ആ ജലത്തെയൊക്കെ കീറി മുറിച്ച് ആ തോണിക്ക് സഞ്ചരിക്കാനാകും. എന്നാൽ ആ തോണിക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറം ജലം തോണിയുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ആ തോണി മുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരുപാട് ജലമുള്ള ആ ജലത്തിനെ കീറി മുറിച്ചു പോകുന്ന തോണി അതിൻ്റെ ഉള്ളിൽ അതിന് ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ജലം പ്രവേശിച്ചാൽ അത് മുങ്ങിപ്പോകും. ഇതേപോലെ വിശ്വാസം കൃത്യമായ പരലോകബോധമുള്ളൊരു മനുഷ്യന് ദുനിയാവിൻ്റെ ഏത് പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും സുഖസുന്ദരമായിട്ട് നടന്നു നീങ്ങാൻ പറ്റും. എന്നാൽ ദുനിയാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയാൽ അവന് സ്വയം മുങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖ. ചില ആളുകളുണ്ട്, അവര് ദുനിയാവിനാണ് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ദുനിയാവിലെ വിഭവങ്ങൾക്ക് പിന്നാലെ ഓടുന്ന മനുഷ്യൻ, ദുനിയാവിൻ്റെ വിഭവങ്ങൾ കിട്ടിയാൽ എല്ലാം ആയി എന്ന് തോന്നുന്ന മനുഷ്യൻ, അത്തരം ആളുകളോട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് വൽ ആഖിറതു ഖൈറും വഅബ്ഖ. ആഖിറത്താണ്, പരലോകമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് കേട്ടോ. ആ പരലോകമാണ് ശാശ്വതമായതും അതാണ് എന്നും നിലനിൽക്കുന്നതുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തിനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ശുക്ർ ചെയ്യുന്ന അടിമയായിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പരീക്ഷണം? നിങ്ങളിൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരാര് എന്നറിയാൻ വേണ്ടിയിട്ടാണ്.
അവിടെയും ഖുർആൻ അങ്ങനെ തന്നെ പ്രയോഗിച്ചത്. കുറേ ചെയ്യുന്ന ആൾ എന്നല്ല, കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ എന്നല്ല, പിന്നെയോ ചെയ്യുന്നതെന്തോ അത് വൃത്തിയായി ഭംഗിയായി ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ഇത് ചെയ്യുന്ന മനുഷ്യൻ. അതാണ് അയ്യുക്കും അഹ്സനു അമല. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്നാ. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, അള്ളയാണ് ഏറ്റവും വലിയവൻ. അപ്പം ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നവൻ ആര് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചെറിയ ദിക്ർ ചൊല്ലിയാലും, ചിലപ്പോൾ സഹായിക്കാൻ ഒരു 10 രൂപ ഇട്ടാലും, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ മനസ്സിലെ ശുദ്ധി, അതിനാണ് അയ്യുക്കും അഹ്സനു അമല എന്ന് പറയുക. അങ്ങനെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പരലോകത്തേക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന മനുഷ്യരാര് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിൽ ജീവിതത്തെയും മരണത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. എന്നാൽ പലപ്പോഴും ദുനിയാവിൻ്റെ അത്ര പ്രാധാന്യം പരലോക ചിന്തയിലേക്ക് നമുക്ക് വരാറില്ല എന്നുള്ളതാണ് സങ്കടം. ഇവിടുന്ന് പോകേണ്ടവനാണ് എന്നൊരു ചിന്ത പലപ്പോഴും നമ്മെ അകറ്റുന്നില്ല, നമ്മളെ ചിന്തയിലേക്ക് വരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് പല ആളുകളും ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കാണാൻ പറ്റും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ജീവിതത്തെക്കുറിച്ചൊരു കഥയിലൂടെ, സുന്ദരമായ കഥയിലൂടെ ഉപമിച്ചു തരുന്നുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വിശന്ന് വലഞ്ഞ സിംഹം അദ്ദേഹത്തെ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുകയാണ്. ആ മനുഷ്യൻ കാല് തെറ്റിയിട്ട് ഒരു പൊട്ടക്കിണറിലേക്ക് വീഴുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വള്ളിയിൽ പിടുത്തം കിട്ടുകയാണ്. ആ വള്ളി അദ്ദേഹം ഇങ്ങനെ മുറുക്ക പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ എന്തെങ്കിലും രക്ഷ കിട്ടുമോ എന്ന് അന്വേഷിച്ച് താഴേക്ക് നോക്കിയപ്പോൾ ശുദ്ധമായ ജലമാണ് മനുഷ്യന് കാണുന്നത്. അദ്ദേഹത്തിന് ആശ്വാസമായി. പക്ഷേ ആ ജലത്തിലേക്ക് വീണ്ടും നോക്കിയപ്പോൾ തന്നെ കാത്തിരിക്കുന്നത് പോലെയുള്ള സർപ്പങ്ങളെ മനുഷ്യന് കാണുകയാണ്, പാമ്പുകളെ കാണുകയാണ്. അദ്ദേഹം രക്ഷ കിട്ടുമോ എന്ന് അന്വേഷിച്ച് മുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ കാത്തിരിക്കുന്ന ആ സിംഹത്തെ അദ്ദേഹം കാണുകയാണ്. അതായത് മുമ്പോട്ട് നോക്കിയപ്പോഴും രക്ഷയില്ല, താഴോട്ട് നോക്കിയപ്പോഴും രക്ഷയില്ല. അങ്ങനെ അദ്ദേഹം മുറുകെ പിടിച്ചു നിൽക്കുന്ന ആ വള്ളിയാണ് അവസാനത്തെ കച്ചിത്തുരുമ്പ്. അത് ആണെങ്കിലോ ഒരു 2 എലികൾ ഇങ്ങനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നു. പക്ഷെ ആ പേടിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ മൂക്കിൻ തുമ്പിലേക്ക് ആ കിണറിന്റെ സമീപത്തുള്ള മരത്തിന്റെ ശിഖരത്തിൽ നിന്ന് ഏതാനും തേൻതുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് നാവുകൊണ്ട് എത്തിപ്പിടിച്ച് അതിങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെയാണ് മനുഷ്യന്റെ ജീവിതമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിവരിക്കുകയാണ്. അതായത് ആ സിംഹം എന്ന് പറയുന്നത് തൻ്റെ മുമ്പിലുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. അതേപോലെ തന്നെ കാത്തിരിക്കുന്ന ആ സർപ്പം എന്ന് പറയുന്നത് താൻ പിന്നിട്ടുള്ള കുറേ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. ആ എലികൾ എന്ന് പറയുന്നത് പ്രസന്റ് സിറ്റുവേഷനിൽ അദ്ദേഹം നേരിടുന്ന കുറേ പ്രയാസങ്ങളാണ്. അങ്ങനെ ഫ്യൂച്ചറും പാസ്റ്റും പ്രസന്റുമായി. എന്നിരുന്നാലും അത്രയേറെ പ്രയാസമുണ്ടായപ്പോഴും അപകടം മുന്നിൽ കാണുമ്പോഴും ആ തേൻതുള്ളികളെ ആ മനുഷ്യൻ എങ്ങനെയാണ് ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്നത് എന്നാണ് ഇമാം ഗസാലി പറഞ്ഞു വെക്കുന്നത്. ഇതേപോലെയാണ് നമ്മളും. നോക്കൂ, നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ നോമ്പ് തീരും മുമ്പേ സൂക്ഷ്മത കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ള ബോധത്തിന്റെ അപ്പുറത്തേക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനും പെരുന്നാളിന്റെ ആഘോഷങ്ങൾക്കും അതിന്റെ ചിന്തകൾക്കും വേണ്ടിയിട്ട് മനുഷ്യന് പോവാണ്. അപ്പൊ നോമ്പിന്റെ സൂക്ഷ്മത കൃത്യമായോ എന്ന് ഉറപ്പില്ലാതെ പെരുന്നാൾ ആഘോഷത്തിന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ തയ്യാറെടുക്കുക? അവിടെയാ നേരത്തെ പറഞ്ഞത്, ഞാൻ പരലോകത്തേക്ക് എന്ത് വിഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ബോധമുള്ളൊരു മനുഷ്യന് മാത്രമാണ് ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ദുനിയാവിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത്യാവശ്യമെന്താണ്, ആവശ്യമെന്താണ്, അനാവശ്യമെന്താണ് എന്ന 3 കാറ്റഗറിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റുന്നവൻ പരലോകത്തേക്കുള്ള വിഭവങ്ങളെ ഉണ്ടാക്കുന്ന മനുഷ്യനായിരിക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഇബുൻ വലഹുൻ വദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. ദുനിയാവ് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മറ്റൊരായത്തിൽ ഖുർആൻ പറയുന്നുണ്ട് അല്ലേ, ദുനിയാവിലെ കുറച്ച് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. അഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ, സൂറത്തുൽ ഹദീദിലെ വചനം. ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. കുറച്ച് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ അറിയുക, ഇഹലോക ജീവിതമെന്നാൽ കുറേ ആളുകൾക്ക് കളിയും ചിരിയും വിനോദവും അലങ്കാരവും പരസ്പരം പെരുപ്പം കാണിക്കലും ദുരഭിമാനം നടിക്കലും അതേപോലെ തന്നെ സ്വത്തുക്കളിലും സന്താനങ്ങളിലുമൊക്കെ അവരിങ്ങനെ പെരുപ്പം കാണിച്ച് വലിയവരാണെന്ന് തോന്നലുകൾ ഉണ്ടാകുന്ന ആ ഒരു കാര്യം മാത്രമാണ് ദുനിയാവ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അപ്പം എങ്ങനെ നോക്കിയാലും ദുനിയാവിനെ കുറിച്ച് അറിയുകയും ദുനിയാവ് ചെറുതാണെന്ന് ബോധമുള്ള, പരലോകമാണ് വലുത് എന്ന് ബോധമുള്ള ഒരു മനുഷ്യന് മാത്രമാണ് നന്ദിയുള്ള അടിമയാകാൻ പറ്റുക. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ദൈവീക അനുഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരാളായിരിക്കും.
പടച്ചവൻ അവന് മനുഷ്യന് സമ്മാനിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരു മനുഷ്യനായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ദുനിയാവിൻ്റെ പ്രയാസങ്ങളാണല്ലോ. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനക്ക് ദുനിയാവിൻ്റെ പ്രയാസങ്ങളാണ് കൂടുതലായിട്ടും കടന്നു വരിക. ഇപ്പം നാളെ ഇപ്പം എന്താ ഉണ്ടാവുക, നമ്മളെ മോളെ കെട്ടിക്കണമല്ലോ, വീട് എങ്ങനെയാ ഇപ്പം ഉണ്ടാക്കുക, ഇങ്ങനത്തെ കുറേ ചിന്തകളായിരിക്കും ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരിക. എന്നാൽ സ്വഹാബികളുടെ ചരിത്രമൊക്കെ പഠിച്ചു നോക്കുമ്പോൾ അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പരലോകത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുന്ന. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരു കല്ലിനെടുത്തിട്ട് ഉമർ റളിയല്ലാഹു കല്ലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലയോ കല്ലേ, നിനെന്തൊരു ഭാഗ്യവാനാണ്, കാരണം നിനക്ക് പരലോകമില്ലല്ലോ, ഈ ഉമറിന് പരലോകമുണ്ട് എന്ന. കല്ല് സംസാരിക്കൊന്നുമില്ല, കല്ല് കേൾക്കൊന്നുമില്ല. ഉമർ റളിയല്ലാഹുവിനോട് തന്നെ പറയുന്ന വാക്കാണത്, അല്ലേ, ഉമറേ പരലോകത്തേക്ക് പോകാണ്ട് കേട്ടോ, അവിടെ അള്ളാഹ് വിചാരണ ചെയ്യൂട്ടോ, നീ ചെയ്തിട്ടുള്ള നന്മയെയും തിന്മയെയും കുറിച്ചൊക്കെ ചോദിക്കൂട്ടോ, അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പ്രപഞ്ചനാഥനെയാണ് കേട്ടോ ഖുർആൻ പരിചയപ്പെടുത്തിയിരുന്നത്. അവിടേക്ക് പോകുമ്പോൾ സൽക്കർമ്മങ്ങളുടെ അക്കൗണ്ട് കാലിയാവാൻ പാടില്ല. എന്നാലും ഉമർ റളിയല്ലാഹു ആരാ? ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞത്, ഉമറും ഫിൽ ജന്ന, ഉമറേ താങ്കൾ സ്വർഗത്തിലാണ് എന്ന. സ്വർഗത്തിലാണ് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെട്ടൊരു മനുഷ്യനാണ് വീണ്ടും തന്നോട് പറയുന്നത്, പരലോകത്തേക്ക് പോകുമ്പോൾ വിഭവങ്ങളൊക്കെ ഉണ്ടോ എന്നതിനെ കുറിച്ചൊരു ബോധം എപ്പോഴും വേണട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് ഓരോ നഫ്സും ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നാളേക്ക് വേണ്ടിയിട്ട് എന്തുണ്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോഴാണ് ദിക്റൊക്കെ കുറവാണല്ലേ, നമസ്കാരത്തിലെ ഈമാനും ഇഖ്ലാസും ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടോ, ഒന്ന് കൂട്ടണമല്ലോ, ഒന്ന് കുറച്ചുകൂടി ഒന്ന് റെഡിയാക്കണമല്ലോ. അതുകൊണ്ട് ആ നോമ്പുകാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില നോമ്പുകാർക്ക് അവർക്ക് ക്ഷീണം മാത്രമാണ് ബാക്കിയാവുന്നത്, വിശപ്പ് മാത്രമാണ് ബാക്കിയാകുന്നത്. ചില രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഇല്ല സഹർ, അല്ലേ, ക്ഷീണം മാത്രമാണ് അത്തരം ആളുകൾക്ക് ബാക്കിയാവുന്നതെന്ന് പറഞ്ഞാൽ ഓരോ നോമ്പ് കഴിഞ്ഞു പോകുമ്പോഴും ആ നോമ്പിനെ കുറിച്ച് വിചാരണ ചെയ്യാത്ത മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആ നോമ്പ് കഴിഞ്ഞു പോകുമ്പോൾ വിചാരണ നടത്തണം. ശരിക്കും നോമ്പിന്റെ പ്രാർത്ഥന പോലും അങ്ങനെ ഇൻഷാ അല്ലാഹ്, അല്ലേ, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ ഇൻഷാ അല്ലാഹ്, ദാഹം ശമിച്ചു, നാഡി നരമ്പുകൾ നനഞ്ഞു, അല്ലേ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി. അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി എന്നൊരു മനുഷ്യൻ പറയണമെങ്കിൽ അള്ളാഹ് എങ്ങനെയാണ് നോമ്പിനെ ഉദ്ദേശിക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ നോമ്പിനെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊരു ബോധമുള്ളൊരു മനുഷ്യൻ ഇന്നത്തെ നോമ്പിലെ അപാകതകൾ നിരത്തിയിട്ടായിരിക്കും നാളത്തെ നോമ്പിലേക്ക് പ്രവേശിക്കുക. ഇതൊക്കെ ദൈവീക സ്മരണയിൽ നടത്തുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നോക്കിക്കാണുന്ന ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. എന്നെ അള്ളാഹ് ആരാണെന്നറിയണം. അള്ളാഹു ആരാണെന്ന് അറിയുമ്പോഴാണ് പടച്ചവനോട് ശുക്ർ കാണിക്കണമല്ലോ എന്നുള്ള ബോധം വരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അല്ലേ, നമുക്കൊരാൾ ഉപകാരം ചെയ്താൽ ആ ആളുടെ മഹത്വം നമ്മൾ പിന്നീട് എപ്പോഴൊക്കെ വാഴ്ത്തി പറയും. ഇതേപോലെ റബ്ബിനെ കുറിച്ച് അറിയുമ്പോഴാണ് അള്ളാഹ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കണമല്ലോ എന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹനെ നമ്മൾ അറിയണം. അള്ളാഹ് ആരാണ്? നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതും സമ്മാനിച്ചിട്ടുള്ള പ്രപഞ്ചനാഥൻ. നമുക്ക് നിങ്ങൾ ഒരു മനുഷ്യൻ നിസാരനാണെന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യ, നീ നിസാരനാണ് കേട്ടോ. അതായത് പ്രസ്താവ്യമായിട്ടുള്ള ഒന്നുമല്ലാത്തൊരു കാലം നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടാവൂല എന്നതിനെ കുറിച്ച് ആർക്കും അറിയാത്തൊരു കാലം എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടോ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, അല്ലേ, ത്രസിച്ചു വീഴുന്ന മിശ്രിതമായിട്ടുള്ള ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്, നിനക്ക് രൂപം നൽകിയിട്ടുള്ളത്. എന്നിട്ടോ ഒരു പരീക്ഷണം എന്ന നിലക്ക് നിനക്ക് കേൾവിയും കാഴ്ചയും ഒക്കെ സംവിധാനിച്ചു. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, നേർമാർഗവും കാണിച്ചു വന്നു. എന്നിട്ടും ചില ആളുകൾ മാത്രമാണ് ശാക്രീങ്ങളായിട്ടുള്ള ആളുകൾ, ശുക്ർ കാണിക്കുന്ന, നന്ദി കാണിക്കുന്ന ആളുകൾ. എന്നാൽ ചില ആളുകളൊക്കെ കാഫിരീങ്ങളാണ്, നന്ദി കാണിക്കാത്ത, നിഷേധിച്ച് നടക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ മനുഷ്യന് അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പം തന്നെ അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്ന ബോധം ഉണ്ടാവും. ഒരു ചെറിയൊരു കുട്ടിയാകുമ്പോൾ അവൻക്ക് എല്ലാത്തിനും ഒരാളുടെ സഹായം വേണം. ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് 1ാം ക്ലാസ് എത്തുമ്പോൾ നമ്മളിങ്ങനെ സ്വയം നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനിയിപ്പോൾ ആരൊന്നും വേണ്ട. ഒറ്റയ്ക്ക് സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ശക്തിയും കഴിവും കൊണ്ടാണ് ഞാൻ എല്ലാം നേടിയെടുക്കുന്നത്. അങ്ങനെ സ്വന്തം കഴിവും ശക്തിയും കൊണ്ടെല്ലാം നേടിയെടുക്കുന്നുണ്ട് എന്ന് ബോധമുള്ള മനുഷ്യനോട് വീണ്ടും ഖുർആൻ പറഞ്ഞുതരാണ്, നിങ്ങൾ നിസ്സാരനാണ് കേട്ടോ.
എന്തുകൊണ്ടാണ്? മരണമെന്ന് പറയുന്നൊരവസ്ഥയെ തടഞ്ഞു നിർത്താനുള്ള ശക്തിയില്ലാത്തത്രയും നിസ്സാരനാണ് താങ്കൾ എന്ന് വീണ്ടും ബോധ്യപ്പെടുത്തി തരാണ്. എന്താ മരണം എന്ന് പറയുന്നത്? ആത്മാവെന്ന് പറയുന്നൊരു സംഗതി നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയും ഇമാം ഗസാലി പറയുന്നുണ്ട്, അതിരുകളില്ലാതെ പറന്നുല്ലസിക്കുന്ന ആത്മാവെന്ന പക്ഷിയെ തടവിൽ പാർപ്പിച്ചിരുന്ന വെറുമൊരു കൂടായിരുന്നു ദേഹം. ഇന്നത് സ്വതന്ത്രമായി. അതായത് നമുക്ക് കാണുവാനോ കേൾക്കുവാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതി അതിൻ്റെ ശക്തിയെക്കുറിച്ചോ വലുപ്പത്തെക്കുറിച്ചോ ഒന്നും അറിയില്ലല്ലോ. അത് നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവൻ നിലനിൽക്കുന്നത്. അതൊരു ദിവസം നമ്മുടെ സമ്മതം ചോദിക്കാതെ ഇറങ്ങിപ്പോവും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മുടെ സമ്മതം ചോദിക്കാതെ പോവും. ആ ആത്മാവ് പോയാലും കൈയുണ്ടാവും, കാലുണ്ടാവും, കണ്ണുണ്ടാവും, എല്ലാ അവയവവും ഉണ്ടാവും. പക്ഷേ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ മരിച്ചാലും കാണണ്ടാന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള മനുഷ്യൻ, അവൻ കാണാമെന്നാലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പോലും ചോദിക്കാൻ പറ്റാത്തത്രത്തോളം നിസ്സാരനായിട്ട് അവസാനിക്കുന്ന ഒരു മനുഷ്യൻ. അവിടെയും ഖുർആൻ പഠിപ്പിച്ചിരുന്നത്, നിങ്ങൾ നിസ്സാരനാണ് കേട്ടോ. ഈ ജീവിതയാത്രയിൽ കുറച്ചൊക്കെ തോന്നിപ്പോവും, നമുക്ക് എന്തോ ആണ്, വലിയ ആളാണെന്നൊക്കെ തോന്നിപ്പോവാണെങ്കിലും നിസ്സാരനാണെന്ന് വീണ്ടും പഠിപ്പിച്ചില്ല. അപ്പോഴാണ് ശുക്ർ കാണിക്കാൻ ഒരു മനുഷ്യൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് നോക്കിക്കാണുന്ന മനുഷ്യൻ ഇഷ്ടം പോലെ അനുഗ്രഹങ്ങളാണ്. മനുഷ്യൻ്റെ ശരീരം മാത്രം എടുത്തു നോക്കിയാൽ, മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ എടുത്തു നോക്കി, നിങ്ങൾ കണ്ണെടുത്ത് നോക്കിയാൽ എങ്ങനെ കേൾക്കുന്നത്, എങ്ങനെ കാണുന്നത്, ഹൃദയത്തിൻ്റെ മിടിപ്പ്, കരളിൻ്റെ പ്രവർത്തനം, കൈകാലുകളുടെ ചലനം എല്ലാം എടുത്തു നോക്കിയാലും നമ്മളൊന്നും ചോദിച്ചിട്ടില്ല നൽകിയത്. ഞാൻ ജനിക്കുമ്പോഴേ എനിക്ക് വാഴുവാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വന്ന് ഞാൻ പറഞ്ഞില്ല. ആ മനുഷ്യന് ഇതൊക്കെ വേണമെന്ന് അറിയുന്നൊരു പ്രപഞ്ചനാഥനുണ്ട്. അവന് ഇതൊക്കെ ഭംഗിയായിട്ട് സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് അല്ലദീ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി നൽകി, അല്ലേ? ഫിറാശൻ വസ്സമാ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഭൂമിയെ വിരിപ്പാക്കുകയും ആകാശങ്ങളെ മേൽക്കൂരയാക്കുകയും അതിൽ നിന്ന് മഴയെ വർഷിപ്പിക്കുക, ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ പറയാം. സൂറത്തുൻ നബഅ് പരിശോധിച്ച് നോക്കിയാൽ കുറേ അനുഗ്രഹങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ വെള്ളത്തെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? ഭയങ്കര ചോദ്യമാണ്. നമ്മൾ ആലോചിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 70% ഭൂമിയിൽ വെള്ളമാണ്. ഈ 70%നെ 100%ത്തിലേക്കാക്കിയാൽ 97% കടൽ വെള്ളമാണ്, ഉപ്പ് വെള്ളമാണ്. ബാക്കി 3%-ൽ 2% അല്ലേ നോർമൽ വാട്ടർ, നമ്മളെ അഴുക്ക് വെള്ളങ്ങൾ, അതേപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ്, മഞ്ഞുരുകിയിട്ടുള്ള വെള്ളം, ഇതൊക്കെയാണ് 2%. ബാക്കി 1% മാത്രമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളമുള്ള ഭൂമിയിൽ. അതാ ഖുർആൻ ചോദിച്ചത്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നാമാണോ അത് മേഘങ്ങൾ നിറക്കുന്നത്, അതല്ല നിങ്ങളാണോ? നമ്മളിങ്ങനെ മേഘം ഇങ്ങനെ മൂടിക്കെട്ടുമ്പോൾ നമ്മൾ പറയും ഇപ്പം നല്ല മഴ പെയ്യും, പക്ഷെ പെയ്യൂല. നമ്മുടെ കയ്യിലല്ലത്, അത് അള്ളാഹിൻ്റെ കയ്യിലാണ്. അങ്ങനെ നമുക്ക് വേണ്ട സമയത്ത് വെയിലും മഴയും കാറ്റും എല്ലാം നൽകി സംവിധാനിച്ച പ്രപഞ്ചനാഥനോട് നമുക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് ശുക്ർ കാണിക്കൽ മാത്രമാണ്. ആ അനുഗ്രഹങ്ങളെ നോക്കിക്കാണുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യണം. അതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചൊരു ബോധം നമുക്ക് വേണം എന്നുള്ളതാണ്. അവിടെയാണ് സത്യവിശ്വാസികളുടെ ക്വാളിറ്റി പറയുന്നത്. അതിൽ ഒന്നാമത് നമുക്ക് വേണ്ടത് എങ്ങനെയാണ് അനുഗ്രഹം കാണിക്കുക? അനുഗ്രഹം കാണിക്കൽ ഒന്നാമത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളുടെ ഹൃദയം ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ശുക്രിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം ഉണ്ടാകണം. പടച്ചവനെ ഓർക്കുന്ന ഹൃദയമുണ്ടാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഊർജ്ജം ഉണ്ടാവും. എവിടെയാണ് സമാധാനമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എവിടെയാ സമാധാനം? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദൈവീക സ്മരണ നിലനിർത്തുന്ന ഹൃദയത്തിനാണ് ശാന്തതയുള്ളത്, സ്വസ്ഥതയുള്ളത്, സമാധാനമുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം ഉണ്ടാവും. ഒരു പാവപ്പെട്ട ഒരാളെ സഹായിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം ഉണ്ടാവും. അതാർക്കാണ്? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള ഹൃദയത്തിനാണ്. നമ്മൾ പടച്ചോൻ എങ്ങനെ ഓർക്കുക? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയാണ് പടച്ചോൻ, അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് പടച്ചോനെ കാണുമ്പോൾ ആവശ്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ്റെ ഈമാൻ കുറയും. എന്താ പ്രാർത്ഥന കേൾക്കാത്ത, സ്വീകരിക്കാത്ത? കുറേ കാലമായാലും ഞാൻ പ്രാർത്ഥിക്കണേ, ഞാൻ നമസ്കരിക്കുന്ന ആളാണ്, സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, നന്മ ചെയ്യുന്ന ആളാണ്, എന്നിട്ടും കേൾക്കുന്നില്ലല്ലോ, വേവലാതിയ. കാരണം നമ്മൾ പടച്ചോനെ മനസ്സിലാക്കിയത് ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരാളായിട്ടാണ്. അങ്ങനെയല്ലല്ലോ. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും പടച്ചോനുണ്ടെങ്കിലോ നമ്മളെ മനസ്സ് എപ്പോഴും ഇങ്ങനെ നന്മയിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം ഉണ്ടാവുന്ന. അതുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ ക്വാളിറ്റി ആയിട്ട് 3 കാര്യങ്ങൾ സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും.
ഒന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഹൃദയത്തിനൊരു പെടയിലുണ്ടാവുന്ന. പടച്ചവനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു പെടയിലുണ്ടാവും. ഞാനൊരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ അള്ളാഹ് കാണൂലേ, ഞാൻ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ പടച്ചോൻ അറിയൂലേ, ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടാൽ തന്നെ ഒരു പേടിയുണ്ടാവും അല്ലെ? ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. ഒരു സ്ത്രീ എൻ്റെ അടുക്കലേക്ക് ആവശ്യത്തിന് വന്നു. ആ സ്ത്രീക്ക് ഞാൻ പണം കൊടുത്തു. കൃത്യമായ സമയത്ത് അത് ഏൽപ്പിക്കാൻ പറ്റാതിരുന്നപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വഴങ്ങാൻ വേണ്ടിയിട്ട് അവളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, ഇത്തഖുല്ലാ, അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ എന്നാ. ഞാൻ ഇറങ്ങിപ്പോയി എന്നാ പറഞ്ഞത്. ഇത്തഖുല്ലാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹൃദയത്തിനൊരു പെടയിലുണ്ടാവുകയാണ്. അതാ വജ്ലത്ത് ഖുലൂബുഹും എന്ന് പറയുന്നത്. നമ്മളോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേഗം നമ്മളോട് പറയുക, അതൊക്കെ ഇപ്പം എന്താ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു തെറ്റാണോ, ഇന്നിപ്പോൾ അതൊക്കെ ഇപ്പം ആരാ ചെയ്യാത്തത്, അത് നമുക്ക് വജ്ലത്ത് ഖുലൂബും ഉണ്ടാവില്ല. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പടച്ചവനിലേക്ക് മനസ്സ് പോയി വരുന്ന മനുഷ്യന്മാരുണ്ടാവും. വാസിമനത്ത എന്ന് പറയുന്ന ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. പുതപ്പ് വിൽപ്പനക്കാരനായിട്ടുള്ള സഹാബിയാണ്. ആ പുതപ്പ് വിൽപ്പനക്കാരനായിട്ടുള്ള സഹാബിയിൽ നിന്ന് പുതപ്പ് വാങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ അതിന് ഒരു ദ്വാരം കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ പരാതിയായിട്ട് വരികയാണ്, അല്ലയോ വാസിയെ ഇതിനെന്തുണ്ട്, ഓട്ടം ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ മനുഷ്യൻ കരഞ്ഞു എന്നാ. അപ്പൊ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, താങ്കളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ, പിന്നെയോ വേറെ ആർക്കെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ ആളുകൾ ഏത് രീതിയിലാ പറയാന്നൊന്നും പറയില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്, ഞാൻ തന്നെ ഈ പുതപ്പ് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ വാസിം നത്താ എന്ന് പറയുന്ന സ്വഹാബി പറയാണ്, ഞാൻ കരഞ്ഞത് ഈ പുതപ്പിന്റെ ദ്വാരം കണ്ടിട്ടല്ല, എനിക്ക് ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തുന്നിത്തരാൻ പറ്റും. പക്ഷേ താങ്കൾ ഇത് പറഞ്ഞപ്പോ ഞാനൊന്ന് എൻ്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോയിട്ട് വന്നു, എൻ്റെ മനസ്സൊന്ന് പോയി വന്നു. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പുതപ്പ് നെയ്തുകൊണ്ടിരിക്കുകയാണ്. സൽക്കർമ്മങ്ങളുടെ ആരാധനയുടെ എല്ലാ പുതപ്പുകളും നെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് പറയാണ്, അവിടെ എത്തിയിട്ട് ഇന്ന പുതപ്പിൽ ഇന്ന ന്യൂനതകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് എങ്ങനെയാണ് തിരുത്തുക, എങ്ങനെയാണ് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുക, ഞാൻ ആലോചിച്ചു എന്നാ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കും. ആ വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ എത്ര തവണ രുചിച്ചു നോക്കും? 3, 4, 5 തവണ രുചിച്ചു നോക്കും. കാരണം ആ അതിഥിക്ക് മുമ്പിൽ ഞാൻ ഭക്ഷണം കൊണ്ടുവച്ചാൽ പിന്നെ ഉപ്പോ മുളകോ ഒന്നും കൂട്ടാൻ കഴിയില്ല നമുക്ക്, അതിന് മുമ്പേ രുചിച്ചു നോക്കണം. ഇതേപോലെ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഞാൻ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഇവിടുന്നേ രുചിച്ചു നോക്കണം. അതിനാണ് നന്ദിയുള്ള അടിമയാവാൻ വേണ്ടി പറഞ്ഞത്. ശുക്രുള്ള അടിമയാകുമ്പോൾ നമ്മളെ ഇബാദത്തുകളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും. പോരല്ലേ, അത് കുറച്ചുകൂടി ആക്കണമല്ലേ, ഇങ്ങനെ ആക്കണം, അള്ളാഹിനോട് എനിക്ക് ബാധ്യതയില്ലേ, ഇങ്ങനെ സ്വയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാവും. അത് വിശ്വാസി മാത്രമേ ആവുള്ളൂ. അതായത് വജ്ലത്ത് ഖുലൂബുള്ള, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു പേടിയും പടച്ചോൻ കാണുന്നുള്ളൊരു ബോധമൊക്കെ ഉള്ളൊരു മനുഷ്യൻ. നമ്മളെ കാലത്ത് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക CCTV ആണല്ലോ. CCTV ഉണ്ടോ നോക്കുന്നത്തെ കാലത്ത്. രണ്ടാമത്തതോ മനുഷ്യനാരെങ്കിലും കാണുന്നുണ്ടോ നോക്കും. മനുഷ്യനാരും കണ്ടില്ലെങ്കിൽ നമ്മളോട് തന്നെ പറയുക, ആ രക്ഷപ്പെട്ടു, ആരും കണ്ടിയില്ല, ആരും അറിഞ്ഞില്ല അല്ലേ. ആ മനുഷ്യനും അറിയാം അള്ളാഹ് എല്ലാം കാണുന്നവനാണ്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ അല്ലേ. അള്ളാഹ് എല്ലാ കാര്യങ്ങളും രഹസ്യവും പരസ്യവും കാര്യം. അപ്പം അറിവില്ലായിട്ടല്ല, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹിനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ചെറുതും വലുതുമായിട്ടുള്ള കാര്യത്തിലും സൂക്ഷ്മത ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ക്വാളിറ്റി ആയിട്ടുള്ള പറഞ്ഞത് ഇതാ ദുക്കിറല്ലാഹു ഖുലൂബുഹും, അവര് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹിന്റെ ആയത്ത് തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, അള്ളാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് രണ്ടാമത്തെ വിശ്വാസികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കണം. ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കാണുമ്പോഴത്തേക്ക് ഈമാൻ വർദ്ധിക്കും. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഏതായത്താണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്? ഞാൻ ഇത്രയും കാലം ഖുർആൻ പാരായണം ചെയ്തിട്ട് ഒരായത്ത് എന്നെ സ്വാധീനിച്ചു എന്ന് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ അത്രയും പരാജിതനല്ല നമ്മൾ. ഒരു ദൃഷ്ടാന്തത്തെ നോക്കിയിരുന്ന് ഒരു 10 മിനിറ്റിലേറെ ആ ദൃഷ്ടാന്തത്തെ നോക്കിയിരുന്നിട്ടുണ്ടോ? ഉദാഹരണം ഒരു സൂര്യൻ. ആ സൂര്യൻ എങ്ങനെയാണ് വെളിച്ചം നൽകുന്നത്? സൂര്യന്റെ മറ്റ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയുന്ന വിശ്വാസികൾ അല്ലേ. അതുകൊണ്ടാണ് സൂറത്തുൽ ആൽ ഇംറാന്റെ അവസാന ഭാഗങ്ങൾ കാണാൻ പറ്റും. സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവര് നിന്നും ഇരുന്നും കിടന്നുമൊക്കെ ഈ സൃഷ്ടിപ്പിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന ആളുകളായിരിക്കും. എന്നിട്ട് അവർ പറയുന്ന റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചോനെ വെറുതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. സൂര്യൻ, ചന്ദ്രൻ എല്ലാം അല്ലേ. ഉദാഹരണം പറഞ്ഞതാണ്, ചെടികൾ എടുത്തു നോക്ക് നിങ്ങൾ. ഒരു ചെടി എങ്ങനെയാ വളരുന്നത്?
ഒരു മഴ ഇല്ലാത്ത സമയത്ത് അതിൻ്റെ ഭൂമിക്കുള്ളിൽ ആ വിത്തിനെ മുളപ്പിച്ചു വെച്ചിട്ടുള്ള ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പ്രപഞ്ചനാഥൻ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ മരങ്ങൾ ഇങ്ങനെ വരുന്നത്? സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിയുന്നില്ല. അറിയാതെ ഒരുപാട് അനുഗ്രഹങ്ങളെ സംവിധാനിച്ച പ്രപഞ്ചനാഥന്റെ അനുഗ്രഹങ്ങളെ കാണുന്ന ഒരാൾ ആരായിരിക്കുന്നവരോ? ആരാ? നേരത്തെ പറഞ്ഞ പോലെ നിന്നും ഇരുന്നും സമയമെടുത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കുന്ന ഒരാൾ. അങ്ങനെ നോക്കുന്ന ഒരാളുടെ മനസ്സിങ്ങനെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് പഠിപ്പിച്ചിരുന്നത്. നോക്കൂ നിങ്ങൾ, അവിടെയാണ് ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന സ്വഹാബിയുടെ ചരിത്രം പഠിപ്പിച്ചിരുന്നുണ്ട്. അദ്ദേഹത്തിന് കാലിന് പരിക്ക് പറ്റി, കാല് മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. കാല് മുറിച്ച് കളയണം. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ വൈദ്യരോട് പറയുന്നുണ്ട്, എൻ്റെ കാല് മുറിച്ച് കളയുമ്പോൾ മഴക്കാതെ എന്ത് ചെയ്യണം? എന്നെ മുറിച്ച് കിടത്തണം, എനിക്ക് ആ വേദന അറിയണം. അങ്ങനെ വേദന അറിഞ്ഞുകൊണ്ട് ആ കാല് മുറിച്ച് കളഞ്ഞു എന്നാ. എന്നിട്ട് ഒരു സങ്കട വാർത്ത കൂടി ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ജീവിതത്തിലേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ ഒരു അപാരമായിട്ടുള്ള ഒരു പരീക്ഷണം കൂടി. 4 മക്കളിൽ ഒരു മകന് കുതിരപ്പുറത്ത് വീണ് മരണപ്പെട്ടു എന്നാ. പക്ഷെ ആ സമയത്ത് ആ ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞുള്ള സംഭവം, അദ്ദേഹം പറയാണ്, 4 മക്കളെ തന്ന നാഥ, ഒന്നിനല്ലേ നീ തിരിച്ചു വിളിച്ചിട്ടുള്ളൂ, നീ എത്ര പരിശുദ്ധനാണ്. എന്നിട്ട് ആ മനുഷ്യൻ കാലെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ് ആ കാലിനോട് പറയുന്ന കാര്യം ചരിത്രത്തിലുണ്ട്. അല്ലയോ കാലേ, നീ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. കാരണം നിന്നെ കൊണ്ടൊരു തിന്മയിലേക്കും ഞാൻ നടന്നു നീങ്ങിയിട്ടില്ല, ഇതെനിക്ക് ഉറപ്പാണ്. ചോക്ക്, നമ്മുടെ കൈ കൊണ്ട് പറയാൻ പറ്റുമോ? അല്ലയോ കയ്യേ, നീ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അല്ലയോ കണ്ണേ, നീ പോകുന്നത് സ്വർഗത്തിലേക്കാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്കറിയാം, നമ്മളെക്കുറിച്ചൊരു ബോധം നമുക്ക് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, സ്വഹാബത്തുകളൊക്കെ പരലോകത്തെ മുമ്പിൽ കണ്ടപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ അവർക്കൊരു ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അന്നെന്നുള്ളത് പടച്ചോൻ്റെ അടുത്ത് എത്തിയെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. നമുക്കൊക്കെ സംശയമായിട്ട് മാറാണ്. അവിടെയാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തത്, നാവ് കൊണ്ട് നന്ദി കാണിക്കണം. ഒന്ന് ഹൃദയം കൊണ്ടാണ്, അതാണ് അള്ളാഹിനെ ഓർക്കൽ, പടച്ചവനെ കുറിച്ച് ബോധം ഉണ്ടാവും. നാവ് കൊണ്ട് നന്ദി കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവിടെയാണ് ഏറ്റവും നല്ല ദിക്റായിട്ട് പഠിപ്പിച്ചു തന്നതിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പഠിപ്പിച്ചു. അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അങ്ങനത്തെ കുറേ ദിക്റുകൾ പഠിപ്പിച്ചു തന്നു, ദുആകൾ പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ നാവ് കൊണ്ടുള്ള ശുക്റാണ്. പലപ്പോഴും നമ്മൾ ഈ നമസ്കാര ശേഷം മാത്രമാണ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലുക. നമ്മൾ ഇടവേളകളിൽ നടക്കുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും ഒക്കെ നമ്മുടെ നാവിൻ തുമ്പുകളിൽ ദിക്റുകളുടെ ദിക്റും ദുആകളും ഒക്കെ വരാൻ പറ്റണം. ദുആകൾ വരണം. ദുആകൾ എന്ന് പറയുന്നത് കുറ്റബോധത്തിന് ദുആകൾ വരണം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ദുആകൾ വരണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞല്ലോ, വമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക. റസൂൽ പറയാ, അള്ളാഹ് നിനക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കുക. അത് ശുക്ർ കാണിക്കലാണ്, നന്ദി കാണിക്കലാണ്. നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നിടത്ത്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി, നീ ഇത് പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഖാസിരീങ്ങളുടെ കൂട്ടത്തിലായി പോവും. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം ബോധ്യം വരികയാണ്, പടച്ചോനെ നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ, അപ്പൊ നീ പുറത്തു തരണേ എന്ന് അള്ളഹാനോട് പറയാണ്. ഈ പറച്ചില് നേരത്തെ പറഞ്ഞതുപോലെ ശുക്റാണ്. അള്ളഹാനോട് ഏറ്റു പറയാൻ പറ്റണം. നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളഹാനോട് ഏറ്റു പറയാന്ന് പറഞ്ഞാൽ ശുക്ർ കാണിക്കുന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ തെറ്റുകളെ ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനാകരുത്. തെറ്റു പറ്റിയാൽ ഏറ്റു പറയുന്ന ഒരാളാവണം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നിടത്തു അങ്ങനെ തന്നെ പറഞ്ഞു, വയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. നോക്ക് നിങ്ങൾ, ഒരു പ്രയാസം ബാധിച്ച് രോഗം ബാധിച്ച് കിടക്കുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ അയ്യൂബ് നബി പ്രാർത്ഥിക്കുന്നത്, എനിക്ക് രോഗമുണ്ട്, നീ കാരുണ്യവാനിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് റബ്ബേ എന്നാ. നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള അനുഗ്രഹം, പടച്ചവന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാ പ്രയാസത്തെ കുറിച്ച് പറയുന്നത്. പടച്ചവൻ നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ പറഞ്ഞിട്ടാണ് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ പറഞ്ഞത്. അത് ശുക്ർ കാണിക്കുന്ന നന്ദിയുള്ള അടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ ആയിഷ ബീബി ചോദിക്കുന്നുണ്ടല്ലോ, എന്താ ചോദിക്കുന്നത്? അങ്ങെന്തിനാണ് കാലിന് നീര് വന്നിട്ടും ഇത്രയും പ്രയാസപ്പെട്ടിട്ടും നിന്ന് നമസ്കരിക്കുന്നത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാ. ആരാ പറയുന്നത്? അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂൽ നന്ദിയുള്ള അടിമയല്ലേ? പക്ഷേ അവരിങ്ങനെ സ്വയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോരാ, ഇത്ര ഒന്നും പോരാ, ഞാൻ കുറേ നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പോരാ എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ഉണ്ട്. അതാണ് നാവ് കൊണ്ട് ഇങ്ങനെ നന്ദി കാണിക്കുന്ന, ദിക്റുകളും ദുആകളും ചൊല്ലുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ദിക്റിനെ കുറിച്ചൊരു ബോധം നമുക്ക് വേണം. ആലോചിച്ച് നോക്ക്, നമ്മൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ എന്നൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിൽ വരണേ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹ് എത്ര പരിശുദ്ധനാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ നമ്മൾ മനസ്സിൽ വരാറുണ്ടോ? നമ്മളിങ്ങനെ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോവല്ലേ?
നമ്മൾ ഈ 33 പ്രാവശ്യം ഇങ്ങനെ എണ്ണുമ്പോൾ ആ 33നെ കുറിച്ചൊരു ബോധം നമുക്ക് വേണം. അതേപോലെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ പടച്ചോനെ ഇത് പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടിയിട്ടാണ്, പുറത്തു തരാൻ വേണ്ടി ആ ദിക്റുകളുണ്ട്. ഇതാണ് ശുക്ർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുകൊണ്ട് നമ്മളെ ബാധ്യത കഴിയൂലല്ലോ, പറയുന്നത് എന്താണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെറുതാ. ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ദിക്റുകളും ദുആകളും ഒക്കെ വളരെ ചെറുതാ. ഇസ്ലാമിൽ അള്ളാഹ് നന്ദി കാണിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എടുത്തു നോക്കിയാലും ഒരു മനുഷ്യനെയും പ്രയാസപ്പെടുത്താത്ത സംഗതിയാണ്. ഇപ്പൊ നമസ്കാരം എടുത്തു നോക്ക്, നോമ്പ് എടുത്തു നോക്കിയാൽ, ഹജ്ജും സക്കാത്തും ഒക്കെ എല്ലാവരെയും പ്രയാസപ്പെടുന്ന രീതിയിൽ ആരാധനാ കർമ്മങ്ങളെ പഠിപ്പിച്ചു തരുന്നില്ല. വളരെ സിമ്പിളായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പഠിപ്പിച്ചു തരുന്നു. പക്ഷെ നമുക്ക് സമയമില്ല. ഇമാം മുസ്തഫ സിബായി എന്ന് പറയുന്ന പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ പടച്ചവൻ്റെ അനുഗ്രഹത്തെ കാണണമെങ്കിൽ നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും കോടതികൾ സന്ദർശിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നീതിയുടെ ബോധം മനസ്സിലാവുക. മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ജയിലുകൾ സന്ദർശിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. മാസത്തിലൊരിക്കലെങ്കിലും ആശുപത്രികൾ സന്ദർശിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാവുക. മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ പൂന്തോട്ടങ്ങൾ സന്ദർശിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഒക്കെ പറഞ്ഞത് അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ടും നാവുകൊണ്ടും ശുക്ർ കാണിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുവാനും സമയം കിട്ടുന്ന സമയത്ത് ദിക്റും ദുആയും ചൊല്ലി സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും ആ മനുഷ്യനിങ്ങനെ പ്രാപ്തനാവും. നോക്കൂ, ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിപ്പിച്ചിരുന്ന അങ്ങനെയാണ്. ബിലാൽ റളിയല്ലാഹുവിനെ നമുക്കറിയാം, അദ്ദേഹം ഇസ്ലാമായിട്ട് ആരും അറിയാതെ യജമാന്റെ വീട്ടിലിങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അത് പുറത്തല്ലേ അറിയാണ്. പുറത്തറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നേരിട്ടുള്ള ക്രൂരമായിട്ടുള്ള പരീക്ഷണം നമുക്കറിയാം. നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ച് നഗ്നനായി ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ ഇങ്ങനെ വലിക്കപ്പെടുകയാണ്. നമുക്കൊന്ന് ആലോചിക്കാൻ തന്നെ കഴിയൂല. നമുക്കിപ്പോൾ മാർച്ചിലാ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ചൂട് സഹിക്കാൻ കഴിയൂല അല്ലേ, ചെറിയൊരു ചൂട് പോലും സഹിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഒന്നും ഇടാതെ ഒരു വസ്ത്രവും ഇല്ലാതെയാണ് നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലൂടെ വലിക്കുന്നത്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് ചരിത്രത്തിലുണ്ട്, അള്ളാഹുവേ എന്നെ എന്തിനാ അങ്ങനെ പരീക്ഷിക്കുന്നേ, നിന്നെ വിശ്വസത്തിന്റെ പേരിലാണ് ഈ പ്രയാസം, നിന്നെ വിശ്വസിച്ചവർക്ക് ഇങ്ങനെയാണോ? ഇങ്ങനത്തെ കുറ്റപ്പെടുത്തലിന്റെയോ സങ്കടത്തിന്റെയോ ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അഹദ് അഹദ് എന്ന, നീ ഏകനാണ് കേട്ടോ. ഈ പരീക്ഷണങ്ങളിൽ എൻ്റെ വിശ്വാസമെങ്ങാനും പതറിപ്പോയാൽ ആ ഒരു കാരണം കൊണ്ട് നരകം വാങ്ങുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് മാറാൻ വയ്യ എന്നുള്ള ബോധത്തിൽ നിന്നാണ് അഹദ് അഹദ് എന്ന വേദനയുടെ തീക്ഷണയിലും ആ മനുഷ്യനെ പറയാൻ പറ്റുന്നത്. നമ്മളാലോചിച്ച് നമുക്കൊരു പ്രയാസം വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അള്ള തന്നതാണ് ഞാൻ സ്വീകരിക്കുന്ന ധൈര്യത്തിൽ പറയാൻ പറ്റുമോ? അള്ളാന്റെ റസൂലിനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടായത്. അള്ളാന്റെ റസൂലിന് അത്രയൊന്നും പരീക്ഷണം നമുക്കില്ല. ഉണ്ടോ? ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുന്നു. 40 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ അറിവില്ലാഞ്ഞിട്ടും പ്രബോധനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. കാരണം അല്ലേ, നമുക്കിപ്പോൾ ഖുർആൻ ഫുള്ളുണ്ട്, നമുക്ക് ഓരോ സന്ദർഭങ്ങളനുസരിച്ച് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം നോക്കാം. പക്ഷെ അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ വഹി ഇറങ്ങണം. അങ്ങനെ പ്രയാസങ്ങളാണ്. അതുകൊണ്ട് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നൊക്കെ പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെ പൊതച്ചു മൂടി കിടക്കുകയാണോ, ഇറങ്ങി ചെന്നിട്ട് പ്രബോധനം ചെയ്യുന്ന പറഞ്ഞത്. നമുക്ക് വിശപ്പ്, ഖന്തഖ് യുദ്ധത്തിൽ ഒരു സ്വഹാബി വിശപ്പ് കൊണ്ട് തൻ്റെ കുപ്പായം പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രവാചകരെ വിശപ്പാണ്, സഹിക്കാൻ വയ്യ, കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂല് തിരിച്ചതേപോലെ തൻ്റെ കുപ്പായം പൊന്തിച്ച് കാണിച്ചു കൊടുക്കാണ്, നിങ്ങൾ ഒരു കല്ലല്ലേ വെച്ചത്, ഞാൻ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. സുമ്മലത്തുസ് അലുന്ന യൗമഇദിന അനിൻ നഈം എന്ന ആയത്തിറങ്ങാനുള്ള കാരണം അതന്നെയാണ് അല്ലേ. വിശപ്പ് കൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹുവും അള്ളാന്റെ റസൂലും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരു സ്വഹാബി വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. ഭക്ഷണം കഴിച്ചു, വിശപ്പ് മാറി. അപ്പോൾ അള്ളാന്റെ റസൂല് ഓതിക്കൊടുത്തുള്ള ആയത്താണ്, ഇവിടെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സുഖങ്ങൾക്കും നാളെ അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും കേട്ടോ. വിശപ്പ് കൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്, പക്ഷെ അള്ളാഹ് ആ വിശപ്പിനെ മാറ്റിത്തന്ന പ്രപഞ്ചനാഥനാണ്. അപ്പൊ നോക്ക് നിങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളെ നമ്മളറിയാതെ മാറ്റിത്തരും. നമ്മളൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എങ്കിലും നമ്മളെ ഈമാനുണ്ടോ, നമ്മളെ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ പറയും ഇതെങ്ങനെ ഇത് പൂർത്തിയായത്, നമുക്ക് പോലും അറിയില്ലല്ലോ. നമ്മളറിയാതെ പടച്ചവന്റെ സഹായം നമ്മുടെ ജീവിതത്തിലുടനീളം വന്നുകൊണ്ടിരിക്കും. പക്ഷെ അള്ളാഹ് പറയുന്നത് ശുക്ർ കാണിക്കണമെന്ന് മാത്രമാണ്. അത് ദിക്റിലൂടെ, ദുആകളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആ മറ്റുള്ളവരുടെ സഹായങ്ങൾ, പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിലൂടെയൊക്കെ നന്ദിയുള്ള അടിമയാകാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് വിശ്വാസിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അവസാനിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് നന്ദി കാണിക്കണം. മൂന്നാമത്തത് അല്ലേ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരു വിശ്വാസം നന്ദി കാണിക്കണം. അതെങ്ങനെയാണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ പാവങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിയുമ്പോൾ അവനെ സഹായിക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവനിഷേധിയായിട്ടുള്ള ആളിങ്ങനെ കളിയാക്കാണ്. കണ്ടോ, നീ കുറേ കാലമായില്ലേ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ, ദൈവമൊന്നുമില്ല, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ, ആ കുട്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്,
എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം ദൈവം ആരുടെയോ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുക്കിലേക്ക് വരാത്തത് എന്നതിനെക്കുറിച്ചാണ് എനിക്ക് വേവലാതിയും. ഞാൻ പറഞ്ഞെന്താ അറിയോ, നമ്മുടെ സ്വതക്ക കൊണ്ട് ചിലയാളുടെ പ്രാർത്ഥനയുടെ ഉത്തരാണ്. വിശക്കുന്നല്ലേ, ഒട്ടിയ വയറുള്ള ആളുടെ പ്രാർത്ഥന, ഒരു നേരത്തെ ഭക്ഷണം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയുടെ ഉത്തരം എൻ്റെ സ്വതക്കയിലുണ്ടാവുക, എൻ്റെ സക്കാത്തിലാണുള്ളത്. ഇത് ഞാൻ കൊടുത്താലേ ചില ആൾക്കാരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന മനുഷ്യനാകുമ്പോൾ ചില ആളുകൾക്ക് സ്വാതന്ത്ര്യവും ആശ്വാസവുമായിട്ട് മാറും. അവിടെയാണ് ലഇൻ ശകർത്തും ലഅസീദന്നക്കും, അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾക്ക് കുഫ്ർ കാണിക്കാനാണ് നിങ്ങൾ ഒരുങ്ങുന്നത് എങ്കിലോ എൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നതിനെക്കുറിച്ചൊരു ബോധം നമുക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹം. നോക്ക്, നിങ്ങൾ AC പള്ളി, ഇരിക്കാൻ പറ്റുന്നു, സഞ്ചരിക്കാനുള്ള വാഹനം, എല്ലാം ഇന്നത്തെ കാലത്ത് അനുഗ്രഹം. പണ്ടത്തെ അത്ര പ്രയാസമൊന്നും ഇല്ലല്ലോ, എന്നിട്ടും നന്ദി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ള പറയൂലേ. പണ്ട് കാലത്ത് ആൾക്കാരെ വിളിച്ചിട്ട് പറയാണ്, നോക്ക് ഈ ഇന്ന ആൾക്കാരൊക്കെ ഇന്ന അനുഗ്രഹങ്ങൾ ഇല്ലാത്ത കാലത്ത് എന്തോരം നന്മ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും നന്മ കുറച്ചേ ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മറുപടി പറയാൻ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ആ സമയത്തെ അള്ളാഹു നന്ദി കാണിക്കുന്ന മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ജീവിതത്തെ സിമ്പിളായിട്ട് കാണുകയും പരലോകമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ നന്ദിയുള്ള അടിമയാകാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സദാ നോക്കിക്കാണുന്ന ആളായിരിക്കും. എല്ലാത്തിലും അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ നോക്കിക്കാണുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അവൻ്റെ ഈമാനെ വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെയെങ്കിലോ അവൻ്റെ ഉള്ളിൽ പടച്ചവനെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടാവും. എപ്പോഴും പടച്ചവനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവും. അള്ള പറഞ്ഞതിലെ ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമല്ല, എന്നാൽ എനിക്കും ഇഷ്ടമല്ല. അള്ള ഇത് ചെയ്യാൻ പറയണോ, ഇത് ഞാൻ മുന്നിൽ ചെയ്യും. ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സുണ്ടാവും. അങ്ങനെയെങ്കിൽ 3 കാര്യങ്ങളിൽ നന്ദി കാണിക്കണം. ഒന്ന്, ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പടച്ചവൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധമുണ്ടായി അതേപോലെ അനുസരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, നാവ് കൊണ്ട് നന്ദി കാണിക്കുന്ന അടിമയുണ്ടാണ്. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും നന്മകൾ സന്ദേശങ്ങൾ കൈമാറുകയും സ്വന്തത്തോട് നല്ല വചനങ്ങൾ പറയുകയും ചെയ്യുക എന്നൊക്കെയുള്ളത് നാവ് കൊണ്ടുള്ള നന്ദി കാണിക്കലാണ്. മൂന്നാമത്തത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് ശരീരം കൊണ്ട് നന്ദി കാണിക്കാൻ പറ്റണം. ആളുകളെ സഹായിക്കുകയും യതീമായിട്ടുള്ള ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകളെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്നിൽ നിന്ന് ഫൈദാ ഫറഅത ഫൻസും, ഒന്നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് പോകുന്ന ആളുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാറാൻ പറ്റണം. അവിടെയാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. അബൂബക്കർ റളിയല്ലാഹു ഇതേപോലെ സദസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്ന്, സുന്നത്ത് നോമ്പ് നോറ്റ ആൾ ആരാണ്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഖാല അന. രണ്ടാമത്തത്, ഒരു ജനാസ സംസ്കരിച്ച ആൾ ആരാണ്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ഖാല അന. പിന്നെ ചോദിച്ചത്, ഒരു അതിഥിക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളവൻ ആരാണ്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ഖാല അന. പിന്നെ ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരുണ്ട്? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ഖാല അന. നോക്ക് നിങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു പോണ വഴിക്ക് ഒരു രോഗിയെ സന്ദർശിക്കാൻ പറ്റും, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പറ്റും, സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റും, ജനാസ സംസ്കരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ബോധമുള്ളൊരു മനുഷ്യനാരായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹിനെ ഉള്ളിൽ കൊണ്ടെടുക്കുന്ന ഒരാൾ, കിട്ടുന്ന നന്മാണല്ലോ, വെറുതെ കളയണ്ട, പോവും. എല്ലാത്തവനോ അതിപ്പോൾ ഞാൻ ചെയ്യേണ്ടി ഒന്നല്ലല്ലോ, അത് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടല്ലോ, നമ്മളിങ്ങനെ പോവും. അങ്ങനെ പോണ മനുഷ്യന് നന്മയില്ലാതെ പരലോകത്ത് വരികയും ഇങ്ങനത്തെ മനുഷ്യന് അവൻ്റെ സമയത്തെയും ഒഴിവ് സമയത്തെയും ആരോഗ്യത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്തി നന്മയിൽ മുന്നേറുന്ന മനുഷ്യനോ അങ്ങനെ നന്മയിൽ മുന്നേറുകയും അള്ളാഹുലേക്ക് ആത്മാർത്ഥമായിട്ട് അടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാദാ, ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമേഖല വന്നു പോയിട്ടുള്ള തെറ്റുകൾ. നീ എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. നീ അത് പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. കടം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്, അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം നാദാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.